ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവരാജ്യത്തെക്കുറിച്ചും സാത്താന്റെ രാജ്യത്തെക്കുറിച്ചും നാം വീണ്ടും ചിന്തിക്കുമ്പോൾ, സാത്താന്റെ രാജ്യത്തെ നശിപ്പിക്കുന്നതിനാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4:18 മുതൽ നാം വായിക്കുമ്പോൾ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് ക്രിസ്തു പറയുവാനായിട്ട് ഇടയായി തീർന്നത്. സാത്താന് വളരെ നന്നായിട്ട് അറിയാം അവന്റെ രാജ്യത്തെ നശിപ്പിക്കുമെന്ന്. അതുകൊണ്ട് ഏതുവിധേനയും ക്രിസ്തുവിന്റെ രാജ്യത്തെയും ക്രിസ്തുവിന്റെ ജനത്തെയും നശിപ്പിക്കുക എന്നുള്ളത് സാത്താന്റെ ഏറ്റവും വലിയ ലക്ഷ്യവുമാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ നാം വായിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ അടുക്കൽ വിവിധ പരീക്ഷകളുമായിട്ട് സാത്താൻ കടന്നു ചെല്ലുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ താൻ 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചു കഴിഞ്ഞ് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്ത് ചെന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് യേശു കർത്താവ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ വിശന്നപ്പോൾ പരീക്ഷിച്ചപ്പോൾ കർത്താവ് വചനം കൊണ്ട് മറുപടി പറഞ്ഞപ്പോൾ സാത്താൻ പിന്നെയും യേശുവിന്റെ അടുക്കൽ അവൻ വചനം കൊണ്ട് പരീക്ഷിക്കുന്നതാണ് അടുത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്റെ 5-ാം വാക്യത്തിൽ, പിശാചവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവനോട് കർത്താവ് വചനം എടുത്തു പറഞ്ഞപ്പോൾ അവൻ വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ. 91-ാം സങ്കീർത്തനത്തിന്റെ 10-11 വാക്യങ്ങളിലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സാത്താന് അവന് വചനമൊക്കെ മനഃപ്പാഠമാണ്, പക്ഷെങ്കിൽ അവനത് മാനസാന്തരത്തിന് ഉതകത്തില്ല എന്നുള്ളതേ ഉള്ളൂ. വീണ്ടും അതിന്റെ 7-ാം വാക്യം, യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു എന്നതിന് മറുപടി പറഞ്ഞു. അടുത്തത്, പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വവും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് സാത്താൻ യേശുവിനെ വിട്ട് പോകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ക്രിസ്തുവിനെ ജനനം തൊട്ടേ നശിപ്പിക്കുവാൻ ഹേരോദാവിൽ പോരാടി. അന്ന് ആ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവനും കൊല്ലിച്ചു. ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും താൻ ക്രൂശീകരണത്തിലേക്ക് പോകുവാനായിട്ട് നാളെടുത്തപ്പോൾ തന്റെ ശിഷ്യന്മാരോട് കർത്താവ് അത് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 16 അതിന്റെ 21 മുതൽ, അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, 16-ന്റെ 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുത്, നിനക്കും അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല
മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ പത്രോസിനെ സാത്താനെ എന്ന് വിളിക്കുക. കാരണം ആ സമയത്ത് പത്രോസിൽ പോരാടിയ സാത്താന്റെ ആത്മാവിനെയാണ് കർത്താവ് ശാസിച്ചത്. കാരണം യേശുവിന്റെ ക്രൂശീകരണത്തെ തടയുക, മാനവകുലത്തിന് രക്ഷയുണ്ടാകരുത്, മാനവകുലത്തിന് വീണ്ടെടുപ്പുണ്ടാകരുത്, ദൈവത്തിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കരുത്. അതായിരുന്നു സാത്താന്റെ തന്ത്രം. അതേ പ്രിയമുള്ളവരെ, ലോകം, ജഡം, പിശാച് എപ്പോഴും മനുഷ്യനെതിരാണ്. ഏതേനിലും കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എല്ലാം കാണിച്ച് ആദാമുമാരോട് പോരാടി അതേ സാത്താൻ, അതേ തന്ത്രമാണ് ക്രിസ്തുവിന്റെ അടുക്കലും ഈ 3 പരീക്ഷയിൽ കൂടി പോരാടിയത്. അത് തന്നെയാണ് നമ്മോട് വെക്കാലവും പോരാടിക്കൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയും. അതുകൊണ്ട് സാത്താനോട് എതിർത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുക. ആ നിത്യത, ആ ദൈവരാജ്യം അവകാശമാക്കുക. അതിനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. എവരെയും കർത്താവ് അതിനായി ഒരുക്കുമാറാകട്ടെ. യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലും യേശാദിമ്മാനുവേൽ താൻ നടത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലും യേശാദിമ്മാനുവേൽ താൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ, അടിപ്പിണരാൽ അവൻ സൗഖ്യമാക്കി എന്നും ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. അടിപ്പിണരാൽ അവൻ സൗഖ്യമാക്കി എന്നും ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ.